ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെയും കൺമുന്നിലിട്ട് രാധികയെ മുറ്റത്തിട്ട് വലിച്ചു കീറി പച്ചയ്ക്ക് കത്തിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ മേഡം. അപ്പോൾ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ, ആക്ഷൻ മാത്രമുള്ളല്ലോ എന്ന് ഗീതുവിൻ്റെ ഒക്കെ അടുത്ത് നിന്ന് പറയണ നമ്മുടെ കാഞ്ചന. അപ്പോഴേക്കും ഗീതു അങ്ങ് പോകാൻ തുടങ്ങി. അപ്പോൾ അയ്യപ്പേട്ട അവരുടെ സംസാരം നിർത്തിയില്ലെങ്കിൽ ആകെ വഷളാകുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഈ വീട്ടിൽ ഗോവിന്ദൻ കുഞ്ഞ് കഴിഞ്ഞാൽ രാധികാമ്മ പറയുന്നതാണ് അവസാന വാക്കെന്നും അവർ സംസാരിക്കട്ടെ എന്നും പറഞ്ഞു. എന്നു മുതലാ അയ്യപ്പേട്ടൻ രാധികാമ്മയുടെ അടിമയായതെന്ന് ചോദിച്ചപ്പം ഞാൻ രാധികാമ്മയുടെ അടിമയല്ല, അറയ്ക്കൽ കുടുംബത്തിൻ്റെ അടിമയാണെന്നും പറഞ്ഞുകൊണ്ട് അയ്യപ്പേട്ടൻ ഗീതുവിനോട് പറഞ്ഞു. ഈ കുടുംബത്തിന് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞു. ഗീതു ആണെങ്കിൽ മാക്സിമം അയ്യപ്പേട്ടനോട് പറയുന്നുണ്ട്, പക്ഷേ ഒരു രക്ഷയില്ല. അയ്യപ്പേട്ടൻ അമ്പിനും വില്ലിനും എടുക്കുന്നില്ല. ഒരു രീതിയിലും രാധികയെ തളയ്ക്കാൻ അല്ലെങ്കിൽ രാധികയെ മാറ്റാനായിട്ട് ശ്രമിക്കുന്നുമില്ല ഈ ഒരു പ്രശ്നത്തിൽ നിന്ന്. അങ്ങനെ അവർ തമ്മിലുള്ള ആ സംസാരം മുകളിൽ നടക്കുന്നു. ഈ സമയത്ത് നിൻ്റെ ഇതൊക്കെ ചോർന്നു പോയി, നിന്റെ ധൈര്യമൊക്കെ ചോർന്നു പോയോ എന്ന് വിജയലക്ഷ്മി മേഡം ചോദിക്കുവാണ് രാധികയോട്. രാധിക ഇങ്ങനെ കണ്ണൊക്കെ ഇട്ട് വെട്ടിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവട്ടെ. ഗീതുവിന് പേടിയായി തുടങ്ങി. ഗീതുവുമായുള്ള നിങ്ങളുടെ റിലേഷൻ നിങ്ങൾ അവസാനിപ്പിക്കണമെന്ന് രാധിക പറഞ്ഞപ്പോൾ അത് നീയാണ് തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചു. എത്ര തട കെട്ടിയാലും പുഴ കടലിലേക്ക് തന്നെ വന്നു ചേരും, അതുപോലെയാണ് ഞാനും ഗീതുവും തമ്മിലെന്നുള്ള കാര്യങ്ങൾ മേഡം പറയുന്നു. നീ എത്രയൊക്കെ ശക്തിയിലും ഉയരത്തിലും മതിൽ കെട്ടി തടഞ്ഞാലും അതൊക്കെ ചിതലുപോലെ തകർത്ത് ഞങ്ങളുടെ ബന്ധം അത് നിലനിൽക്കും എന്നുള്ള കാര്യം മേഡം പറഞ്ഞപ്പോഴും രാധിക ഞെട്ടി. കാരണം അതുപോലുള്ള കാര്യങ്ങളാണ് മേഡം പറഞ്ഞത്. നീ ചുമ്മാ പണിയെടുക്കണ്ട എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് മേഡം അങ്ങ് പോയി. മേഡം ഗേറ്റ് കടന്ന് അങ്ങ് ഇറങ്ങുന്നതിന് മുൻപ് നമ്മുടെ ഗോവിന്ദൻ വന്ന് വഴി തടഞ്ഞു. മേഡം വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ കയറി കളിക്കാറായോ എന്ന് ഗോവിന്ദൻ ചോദിച്ചപ്പോൾ ഇത് നിൻ്റെ പേരിൽ എഴുതി തന്നിട്ടില്ല. ഈ സിറ്റിയോ ഈ നാടോ ഈ പരിസരം ഒന്നും നിൻ്റെ അച്ഛൻ്റെ പേരിൽ എഴുതി തന്നിട്ടില്ലെന്ന് ഞാനും പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. നേരത്തേക്കും വല്ലാണ്ടിരിക്കുന്നു. പക്ഷേ ഈ അറയ്ക്കൽ കുടുംബം എൻ്റെ അച്ഛൻ മാധവൻ നായരുടേത് തന്നെയാണ്. ഇവിടെ കാലുകുത്താൻ നിങ്ങൾക്ക് ആരവകാശം തന്നത്? എങ്ങനെ ധൈര്യമെന്ന് ചോദിച്ചപ്പം എൻ്റെ ധൈര്യവും അവകാശവും എൻ്റെ സത്യസന്ധതയും മനസാക്ഷിയുമാണെന്ന് മേഡം ഗോവിന്ദനോട്. ഞാൻ ആരോടും അനുവാദം ചോദിക്കാതെയാണ് ഇവിടേക്ക് വന്നത്. അതുപോലെ മാധവൻ നായരുടെ മകന് ധൈര്യം ഉണ്ടെങ്കിൽ ചെമ്പകശ്ശേരിയിലേക്കും വരാം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വളർത്തുപട്ടി പോലും അങ്ങ് വരില്ലെന്ന് പറഞ്ഞു ഗോവിന്ദൻ. എന്നിട്ട് നീ താലി കെട്ടിയ പെണ്ണ് ചെമ്പകശ്ശേരിയിലേക്ക് വന്നല്ലോ, എന്ത് മയക്കുവിദ്യ കാട്ടിയാ നിങ്ങൾ അവളെ പെറ്റാക്കി വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല എന്ന് ഗോവിന്ദൻ പറയണു. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്കുള്ള ലാസ്റ്റ് വാണിംഗ് ആണെന്ന് ഗോവിന്ദൻ. ഇനി എൻ്റെ കുടുംബത്തിലേക്ക് വരാനോ എൻ്റെ ഭാര്യയെ സ്വാധീനിക്കാനോ ശ്രമിക്കരുതെന്ന് പറഞ്ഞപ്പം എങ്കിലൊരു കാര്യം നീ ചെയ്യുക, ഇത് രണ്ടും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് കോടതിയിൽ ചെന്ന് നീ ഒരു ഉത്തരവ് വാങ്ങിക്കും, ഞാൻ പിന്നെ അടങ്ങിയിരുന്നോളാമെന്ന് പറഞ്ഞു മേഡം. ഒരു കോടതി ഉത്തരവും ഇല്ലാതെ നിങ്ങൾ അടക്കിയിരുത്താനൊക്കെ എനിക്ക് അറിയാമെന്ന് ഗോവിന്ദൻ പറഞ്ഞപ്പം നീ എന്ത് ചെയ്യൂടാ പറയാൻ പറഞ്ഞു. 16 വർഷങ്ങൾക്ക് മുൻപ് എന്നെ തകർത്തടിക്കാൻ നീയും നിന്റെ രണ്ടാനമ്മയും കൂടെ ചേർന്ന് ശ്രമിച്ചതല്ലേ എന്ന് ചോദിച്ചു. എനിക്ക് അവകാശപ്പെട്ട എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ വലിച്ചഴച്ചില്ലേ എന്ന് ചോദിച്ചു. എൻ്റെ മോളെ എന്നിൽ നിന്നും അകറ്റിയില്ലേ എന്നൊക്കെ ചോദിച്ചു. എൻ്റെ ജീവിതം തന്നെ തകർത്ത് പെരുവഴിയിലാക്കാൻ കൂട്ടുനിന്ന നീ ഇപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്താൻ ഇറങ്ങിയിരിക്കുന്നോ എന്ന് നമ്മുടെ മേഡം ചോദിച്ചു. ഇനി നിങ്ങൾക്ക് ആർക്കും എന്നെ തടഞ്ഞു നിർത്താനാകില്ല. അപ്പോൾ കാലങ്ങളായി കാത്തുവെച്ചിരുന്ന ആ വലിയ കൊടിയ രഹസ്യം അത് നമ്മുടെ മേഡം കുറേശ്ശെയായിട്ട് ഗോവിന്ദൻ്റെ മുന്നിൽ വെളിപ്പെടുത്തുന്നു. ഗോവിന്ദൻ വലിയ കുറ്റക്കാരനാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് മേഡം സംസാരിക്കുന്നത്. ഇനി എന്നെ തടഞ്ഞു നിർത്താൻ നീയല്ല നിൻ്റെ രണ്ടാനമ്മയല്ല ആര് ശ്രമിച്ചിട്ടും കാര്യമില്ല. ഇപ്പം ഗീതു എൻ്റെ കൈക്കുള്ളിലാണ്. അത് വെച്ച് എനിക്കറിയാം എന്ത് ചെയ്യേണ്ടതെന്ന്. എൻ്റെ നഷ്ടം നികത്താൻ എനിക്കറിയാമെന്നും നമ്മുടെ മേഡം പറഞ്ഞു. അതിന് നിങ്ങൾ ഗീതുവിനെ ഒഴിവാക്കാൻ പറഞ്ഞു. ഈ കുടുംബത്തിൽ എനിക്കിപ്പോൾ ആകെയുള്ള ബന്ധം ഗീതുവായിട്ടാണെന്നും അത് ഞാൻ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും മേഡം പറഞ്ഞു. അവളെ മുന്നിൽ നിർത്തിയാൽ ഞാൻ ഇങ്ങോട്ട് തന്നെ പടം നയിക്കുന്നതെന്നുള്ള കാര്യവും പറഞ്ഞു. പറ്റുമെങ്കിൽ ഗീതുവിനെ നീ എന്നിൽ നിന്നൊന്ന് അകറ്റി കാണിച്ചു തരാൻ പറഞ്ഞു. എനിക്ക് പ്രിയപ്പെട്ടവരെയെല്ലാം എന്നിൽ നിന്ന് അകറ്റിയതുപോലെ നീ ഒന്ന് കാണിച്ചു താ. എന്നിൽ നിന്ന് അവളെ അകറ്റാനുള്ള തൻ്റെ ഇടം ഉണ്ടോ നിന്റെ രാധിക മേഡത്തിനും എന്നൊക്കെ ചോദിച്ചപ്പോഴും ഗോവിന്ദനൊന്നും പറയാനില്ല. ഇല്ലെങ്കിലേ അറയ്ക്കൽ ഗീതാഞ്ജലി ഗോവിന്ദും ബിഗ് സീറോ രാധികയും തമ്മിലുള്ള യുദ്ധം തുടരും എന്നുള്ള കാര്യം മേഡവും പറഞ്ഞു. അതിൽ രാധികയ്ക്കെതിരെ ഗീതുവിൻ്റെ തേര് നയിക്കുന്നത് ഞാനായിരിക്കും എന്നും പറഞ്ഞ് രാധികയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിജയലക്ഷ്മി മേഡം പറയണം. അതിനിടയിൽ ഇങ്ങനെ വഴി മുടക്കി നിൽക്കാതെ മാധവൻ മുതലാളിയുടെ മകൻ ഒന്ന് മാറി നിന്നാൽ വലിയ ഉപകാരമായിരിക്കും എന്നും പറഞ്ഞ് മേഡം പോകാൻ തുടങ്ങിയപ്പോൾ നിൽക്കാൻ പറഞ്ഞു ഗോവിന്ദൻ. എന്നിട്ട് ഗീതുവിന് വേണ്ടി തേര് തെളിക്കുന്നത് നിങ്ങളാണെങ്കിൽ എൻ്റെ രാധികാമ്മയ്ക്ക് പരിചയമായി ഞാനുണ്ടാകുമെന്ന് പറഞ്ഞു.
നിങ്ങളെപ്പോലെ ഗൂഢവിദ്യകൾ ഓതിക്കൊടുക്കുന്ന പിൻസീറ്റ് ഡ്രൈവറല്ല, മുൻപന്തിയിൽ രാധികാമ്മയ്ക്ക് വേണ്ടി മുന്നിൽ നിന്ന് യുദ്ധം നയിക്കാൻ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു നമ്മുടെ ഗോവിന്ദൻ. നമുക്ക് കാണാമെന്ന് മേഡവും പറഞ്ഞു. അങ്ങനെ അവർ തമ്മിലുള്ള വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് അങ്ങനെ അങ്ങ് പോണു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധികാമ്മ അവിടെ അങ്ങനെ ഇരിക്കുന്നു, അതുപോലെ വരുണുണ്ട്. ഈ സമയത്ത് ഒരാൾ അവിടെ നിന്നിങ്ങനെ രാവിലെ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് നിഷേധിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഗോവിന്ദൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഗോവിന്ദൻ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയുടേതായ അഭിനയ കുലപതിയാണല്ലോ, അപ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ഇറക്കി. നിനക്ക് ഇപ്പം സത്യങ്ങളൊക്കെ മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാധിക ചട്ടി ചെല്ലുക. ഇവിടെ രാവിലെ തന്നെ വലിഞ്ഞു കയറി വന്ന വിജയലക്ഷ്മി നടത്തിയ പ്രകടനം നീ കണ്ടില്ലേ? അത് അവരും ഗീതവും ചേർന്ന് നടത്തിയ പ്ലാനിങ് ആണ്, ശരിക്കും ഒരു നാടകമാണെന്ന് പറഞ്ഞപ്പോൾ അസോസിയേഷൻ സ്വീകരണം നൽകുന്നതിന് നമ്മൾ എന്തിനാ എതിർക്കുന്നതെന്ന് ചോദിച്ചു. അത് ഇവിടെ വെച്ച് നിൻ്റെയും എൻ്റെയും മുന്നിൽ വെച്ച് നടത്താൻ നിർബന്ധം പിടിച്ചതേ ഗീതവും വിജയലക്ഷ്മിയാണെന്നുള്ള കാര്യം പറഞ്ഞു. വരുൺ പറ എന്ന് പറഞ്ഞപ്പം ശരി കേട്ടാ, അവർ കരുതിക്കൂട്ടി ഏർപ്പാടാക്കിയ പ്രോഗ്രാമാണ് ഇത്, എന്താ സംഭവം എന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ നിൽക്കുന്ന ചേട്ടൻ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ കേട്ട് ഗോവിന്ദൻ അന്താളിച്ചിങ്ങനെ നിൽക്കും. അപ്പോൾ വന്നവൻ അതിനേക്കാളും വലിയ നുണയൻ, അതും രാധികയുടെ ചിങ്കിടി. അപ്പോൾ പിന്നെ സത്യം നന്നായിട്ട് പറയുമല്ലോ. അപ്പോൾ ഇവർ നിർബന്ധിച്ചിട്ടാണ് ഈ സംഭവമൊക്കെ നടന്നതെന്നുള്ള കാര്യം ഗോവിന്ദനെ പറഞ്ഞു പിടിപ്പിക്കുക. അപ്പോൾ ഇത് ഗീതാഞ്ജലി മേഡത്തിൻ്റെ വാശിയാണെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവുക. ഗോവിന്ദൻ അകത്തേക്ക് കയറി പോയപ്പോൾ അമ്മയും അതുപോലെ മോനും കൂടി വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. ഇന്നത്തേക്കുള്ള തിരി കൊളുത്തി വിട്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരിതിൽ. അത് കഴിയുമ്പോൾ നമ്മുടെ ഗീതുവിനെ ആട്ടോ കാണിക്കുന്നത്. ഗീതുവാണ് കിട്ടിയ പൊന്നാട ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയം തുള്ളിച്ചാടി ഗോവിന്ദൻ കയറി ചെന്നപ്പം ഉണ്ടായിരുന്ന കയ്യിലിരുന്ന പൊന്നാടിയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഗീതു ഇങ്ങനെ പച്ച പാവമായിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയം അവരെ വിളിച്ചു വരുത്തത് നീയാണോ എന്ന് ചോദിച്ചു. ആരെ? ദേ നിന്നെ ഇത് അണിയിച്ച് ആദരിച്ചില്ലേ, ആ സ്ത്രീയെ നീയാണോ വിളിച്ചു വരുത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഗീതു ഇങ്ങനെ ആകെ ഞെട്ടി. എന്താ ഇതെനിക്ക് കിട്ടിയ ആദരവാണെന്ന് പറഞ്ഞാൽ അതിങ്ങനെ എടുത്തപ്പോൾ ആദരവും അംഗീകാരവും ഒക്കെ തട്ടിയെടുക്കേണ്ടതല്ല, അത് മറ്റുള്ളവരെ അവഹേളിക്കാനും അപമാനിക്കാനും ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ എങ്ങനെ ഗീതുവിനോട്. നിനക്ക് ഈ ആദരവ് ഇവിടെ കൊണ്ടു തന്നത് വിദഗ്ധമായ പ്ലാനിങ് ആണെന്നൊക്കെ എനിക്കറിയാം. ഈ കുടുംബത്തിൻ്റെ മുറ്റത്ത് പോലും കയറാൻ യോഗ്യതയില്ലാത്ത ആ സ്ത്രീ ഇവിടെ വന്നത് നീ അനുവദിച്ചത് കൊണ്ട് മാത്രമാണെന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ അകത്തേക്ക് വരാൻ അനുവാദം കൊടുക്കുന്നത് കണ്ടോ? കണ്ണേട്ടൻ അവിടെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ അവരെ സ്വീകരിക്കാൻ താലപ്പൊലിയായിട്ട് ചെന്നോ എന്ന് ഗീതു ചോദിച്ചു. എല്ലാം നേരത്തെ സംസാരിച്ചുറപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവില്ലെന്ന് നീ കരുതിയോന്ന് ഗോവിന്ദൻ. ഇക്കാര്യത്തിൽ എനിക്ക് കളവ് പറയേണ്ട കാര്യമില്ലെന്ന് ഗീതു തർപ്പിച്ചു പറഞ്ഞു. കഴിഞ്ഞ തവണ ടൗൺ ഹാളിൽ എനിക്ക് സ്വീകരണം ഏർപ്പാടാക്കിയപ്പോൾ ചീഫ് ഗസ്റ്റ് വിജയലക്ഷ്മി മേഡം തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു നമ്മുടെ ഗീതു. അപ്പോൾ ഗോവിന്ദനൊന്നും എനിക്ക് കാല് വയ്യാത്തത് കൊണ്ട് ആ പ്രോഗ്രാം അന്ന് മുടക്കി. ഇന്ന് അപ്രതീക്ഷിതമായി അസോസിയേഷൻ അംഗങ്ങൾ ഇവിടെ വന്നപ്പോൾ വിജയലക്ഷ്മി മേഡത്തെയും ഞാൻ പ്രതീക്ഷിച്ചു എന്ന് പറഞ്ഞു. അവർക്ക് എങ്ങനെ ഇവിടേക്ക് വരാൻ ധൈര്യം ഉണ്ടായി? അതിനവർക്ക് എങ്ങനെയെങ്കിലും ഇവിടേക്ക് വരണമായിരുന്നു. അതിനവർ കണ്ടെത്തിയ മാർഗം ഇത്. അവരുടെ തന്ത്രത്തിൽ നീയും വീണുപോയെന്ന് പറഞ്ഞപ്പോൾ കണ്ണേട്ടാ, വിജയലക്ഷ്മി മേഡം വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ജല്ലിക്കെട്ട് കളിക്ക് ചോപ്പ് തുണി കാണിക്കുന്നത് പോലെ കണ്ണേട്ടൻ വെകളി പിടിക്കുന്നത് കൊണ്ടാണ് ഞാനത് പറയാതിരുന്നതെന്ന് ഗീതു ഗോവിന്ദനോട് പറഞ്ഞു. അത് കേട്ട് ഗോവിന്ദനൊന്നും മിണ്ടുന്നില്ല. രാധിക ചമ്മിയെ ഇതല്ലാതെ മനഃപൂർവ്വം ഞാനൊന്നും ചെയ്തിട്ടില്ല. അവർക്ക് ഈ കുടുംബമായിട്ടുള്ള ശത്രുത എനിക്കറിയില്ല, വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കാൻ പറഞ്ഞു ഗീതു. പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ നേട്ടത്തിൽ ഞാൻ ചെയ്തത് വലിയ കുറ്റകൃത്യമാണെങ്കിൽ എന്നെ അങ്ങോട്ട് ശിക്ഷിക്കാൻ പറഞ്ഞു. ഗീതു, വ്യാജരേഖ കേസിൽ ഈ കുടുംബത്തിൻ്റെ സംരക്ഷകയായി നിന്നവളാ നീ ആ സ്ത്രീയുടെ ഗൂഢാലോചനയിൽ വീണു പോകരുത്. അങ്ങനെ ഗൂഢാലോചന നടത്താൻ അവരെന്താ ഭീകര സംഘടന വല്ലതും നടത്തുന്നുണ്ടോ എന്ന് ഗീതാഞ്ജലി ഗോവിന്ദനോട് ചോദിച്ചു. എനിക്കറിയാവുന്ന വിജയലക്ഷ്മി നല്ലൊരു ഗായിക മാത്രമാണ്. പിന്നെ സംഗീതത്തെ സ്നേഹിക്കുന്നത് പോലെ സഹജീവികളെ സ്നേഹിക്കാൻ മാത്രമേ അവർക്കറിയുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ നീ അറിയാത്തൊരു വിജയലക്ഷ്മി അവരുടെ ഉള്ളിലുണ്ട്. ആ സ്ത്രീ എന്നെ വെല്ലുവിളിച്ചിട്ടാണ് പോയിരിക്കുന്നതെന്ന് ഗോവിന്ദൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗീതു ഇങ്ങനെ നോക്കുക. കണ്ണേട്ടിനെ എന്തിനവർ വെല്ലുവിളിക്കണം? നിന്നെയും രാധികാമ്മയും ശത്രുക്കളായി നിർത്തി യുദ്ധം ചെയ്യിക്കുമെന്ന് ഗീതു ചിരിച്ചു. അത് തന്നെയാണോ നിന്റെ ഉദ്ദേശമെന്ന് എനിക്ക് അറിയണം എന്നിങ്ങനെ പറഞ്ഞപ്പം ഈ കുടുംബത്തെ നശിപ്പിക്കുന്ന ശത്രുക്കൾക്കെതിരെയാണ് എൻ്റെ യുദ്ധം. ആ ശത്രു ചേതൻ ഗ്രൂപ്പാണെന്ന് ഉറപ്പായില്ലേ എന്ന് ചോദിച്ചപ്പോൾ ചേതൻ ഗ്രൂപ്പിന് പിന്നിൽ ആരാണെന്ന് കൂടി എനിക്ക് അറിയണമെന്ന് ഗീതു പറഞ്ഞപ്പോഴും ഗോവിന്ദൻ എന്നും പറഞ്ഞ് നിൽക്കണം. അത് പോലീസ് സ്വതന്ത്രമായി അന്വേഷിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ശത്രു അവനാണോ അവളാണോ എന്നുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഏതായാലും ഒരിക്കലും നീ ഉദ്ദേശിക്കുന്ന ശത്രു ആയിരിക്കില്ല ഈ കുടുംബത്തിൻ്റേതെന്ന് പറഞ്ഞപ്പോൾ നമുക്കത് നോക്കാമെന്ന് ഗീതുവും പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇതിനെപ്പറ്റി പറഞ്ഞ് അങ്ങനെ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഗോവിന്ദൻ അങ്ങ് പോയി ഗീതു ഇങ്ങനെ കുറുമ്പും കാണിച്ച് ഇങ്ങനെ നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ്റെ മുന്നിലേക്ക് ഒരു ഭീകര ജീവി വന്ന് ഇങ്ങനെ നിൽക്കുന്നു. അയ്യോ എന്നും പറഞ്ഞു ഗോവിന്ദൻ ഇങ്ങനെ ഞെട്ടി. അതായത് ചായയും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ചായ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചു. നീ എന്തൊക്കെ വേഷം കേട്ടാ ഗീതു കാണിക്കണേന്ന് ചോദിച്ചു.
ഇത് ഞാൻ സ്നേഹം അഭിനയിച്ച് തന്നാൽ എൻ്റെ കരണക്കൂട്ടി അടിച്ചു തകർക്കും, പല്ല് തെറിപ്പിക്കും, മുഖത്തിൻ്റെ ഷേപ്പ് മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ടാ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഫിറ്റ് ചെയ്തതാ. ചോണയുണ്ടെങ്കിൽ ഇനി അടിച്ചേരെ പല്ലു ഒഴിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ആ സാധനത്തിലേക്ക് ഒരൊറ്റ അടി അടിച്ചു. ഗീതു കറങ്ങി, ശരിക്കും പോയി കറങ്ങി. അയ്യോ എൻ്റെ അമ്മയെന്ന് പറഞ്ഞിങ്ങനെ കരഞ്ഞപ്പം കൈ തകരുമെന്നുള്ളതല്ലാതെ എൻ്റെ കവളിനൊന്നും പറ്റില്ല മാഷേ എന്ന് പറഞ്ഞു നമ്മുടെ ഗീതു. അതെ, ഇനി നീ ശരിയാക്കണമെങ്കിലേ അമ്മ പറഞ്ഞതുപോലെ ശരിക്കും ഷോക്ക് അടിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അപ്പം ചെപ്പക്കുറ്റി അടിച്ച് തകർക്കുമെന്നുള്ള ഒരു പ്രൊജക്റ്റ് ഉപേക്ഷിച്ചല്ലേ ബോധമുള്ളതിനെ തല്ലിയിട്ടല്ലേ കാര്യമുള്ളൂ ഗോവിന്ദൻ പറഞ്ഞപ്പോൾ ആ കയ്യിലിരുന്ന് ആ തലയിൽ വെച്ചിരുന്ന സാധനം എടുത്ത് മാറ്റി. ഇനി ഞാൻ തന്ന ചായ എൻ്റെ കണ്ണേട്ടൻ സന്തോഷമായിട്ടെടുത്ത് കുടിച്ചേ എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ, അടിച്ച് നിൻ്റെ കോമ്പല്ലെങ്കിലും പറിക്കണമെന്ന് എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട് നമ്മുടെ ഗോവിന്ദൻ ഗീതുവിനോട് പറഞ്ഞപ്പം. കട്ടയ്ക്ക് നിൽക്കുന്ന ഈ കട്ടപ്പല്ലല്ലേ കണ്ണേട്ടാ എൻ്റെ സൗന്ദര്യം എന്ന് ചോദിച്ചപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ നോക്കി ചിരിക്കുന്നു. എൻ്റെ ഫോളോവേഴ്സ് എത്ര പേര് ചോദിക്കുന്നുണ്ടെന്ന് അറിയാവോ എൻ്റെ ഈ കട്ടപ്പല്ല് കൊടുക്കുന്നുണ്ടോ എന്ന്? അവർക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തത് എന്താണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. ഈ കോമ്പല്ല് എൻ്റെ കണ്ണേട്ടന് മാത്രം ഉള്ളതാണെന്ന്. എന്തിനാടി എൻ്റെ രക്തം ഊറ്റി കുടിക്കാനാണോ എന്ന് ചോദിച്ചപ്പോൾ ഗീതു ഇങ്ങനെ ഒട്ടിച്ചിരിക്കുക കേട്ടോ. അയ്യോ നീ ഇങ്ങനെ ചിരിക്കല്ലേ, പാലമരച്ചോട്ടിൽ നിന്നേ കളിയങ്കാട്ട് നീലിൽ നിന്ന് ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നണേന്ന് ഗോവിന്ദൻ പറഞ്ഞപ്പം കണ്ണേട്ടൻ്റെ ഈ ക്രൂരമായ നോട്ടം കാണുമ്പോഴേക്കും എനിക്ക് ഡ്രാക്കുളയൊക്കെ ഓർമ്മ വരുന്നുണ്ടെന്ന് നമ്മുടെ ഗീതു. അങ്ങനെ രണ്ടുപേരുടെയും പ്രശ്നമൊക്കെ അങ്ങ് പറഞ്ഞങ്ങ് തീർന്നു. ഞാൻ ഹൃദയം തന്ന് സ്നേഹിച്ചിട്ടും എന്നെ തല്ലുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാണ്ട് ഫീലിങ്സ് ആയിപ്പോയിട്ടോ, എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് പോ എന്ന് ഗീതു ഗോവിന്ദനോട് പറഞ്ഞപ്പം നിനക്കൊരു ഫീലിങ്സും ഇല്ലെന്നും എല്ലാം നിൻ്റെ ആക്ടിങ് ആണെന്ന് എനിക്കറിയാമെന്ന് ഗോവിന്ദൻ തറപ്പിച്ച് പറഞ്ഞു വീണ്ടും. അപ്പോഴത്തെ ആ ഒരു ഷോയ്ക്ക് നിന്നെ തല്ലുമെന്ന് പറഞ്ഞത് എനിക്ക് പറ്റി തെറ്റാ, സോറി എന്ന് പറഞ്ഞപ്പം അങ്ങനെ മയപ്പെട്ട് വരാൻ പറഞ്ഞു ഗീതു. നിന്റെ കയ്യിലിരിപ്പ് വെച്ച് നിന്നെ തല്ലുകയല്ല കൊല്ലുകയാണ് വേണ്ടത്, കൊല്ലണം എന്നും പറഞ്ഞിട്ട് പറഞ്ഞു. എൻ്റെ പൊന്നേ, നീ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കരുത്. ഞാൻ നിനക്ക് ഒരു വാക്കേ പറഞ്ഞിട്ടുള്ളൂ, നിന്റെ ജീവിതത്തിൽ നിനക്ക് സംരക്ഷകനായി ഞാൻ ഉണ്ടാകുന്നു, ആ വാക്ക് ഞാൻ പാലിക്കും. അതും പറഞ്ഞ് ഗോവിന്ദൻ അങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മുടെ ഗീതു ഇങ്ങനെ അവിടെ നിന്ന് ഓരോന്ന് പറയാം. എന്നെ മാത്രം അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു അത് പറച്ചിൽ മാത്രമേ ഉള്ളൂ പാവം. എന്നിട്ട് ഗീതു ഇങ്ങനെ പലതും തീരുമാനിച്ച് ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് കണ്ണാടിയിൽ നോക്കിയപ്പോൾ അതുപോലെ തന്നെ ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ ദേ നമ്മുടെ ഗീതു സ്കൂട്ടറിൽ ഇങ്ങനെ പോരുന്നു. അപ്പോൾ ഗീതുവിനെ ഫോളോ ചെയ്തൊരു വണ്ടിയുണ്ട്. ഗീതുവിനെ ഫോളോ ചെയ്ത വണ്ടിയുടെ ഫ്രണ്ടിൽ ഗീതു വണ്ടി അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഇറങ്ങിച്ചെന്ന് ആ വണ്ടിയിലിരിക്കുന്ന ആരാണെന്ന് നോക്കി. ഈ സമയത്ത് ഗീതുവിൻ്റെ പിറകെ ഉണ്ടായിരുന്ന അജാസ് ആയിരുന്നു. അജാസ് അന്നേരത്തേക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അജാസ് ഇങ്ങനെ വന്നപ്പോൾ അജാസിനെ വലിച്ച് ചാടിച്ചിട്ട് കുത്തിരി കയറി പിടിച്ചിട്ട് എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നത്, എന്നെ കൊല്ലാനാണ്, എന്നെ കൊല്ലാൻ പറഞ്ഞു അങ്ങനെ വരും. ഇപ്പോൾ ഗോവിന്ദൻ ഏർപ്പാടാക്കിയൊന്നും ഗീതുവിന് അറിയില്ലല്ലോ. തൽക്കാലം മേഡത്തെ ഫോളോ ചെയ്യുക മാത്രമാണ് എൻ്റെ ലക്ഷ്യമെന്ന് അജാസ് പറഞ്ഞു. അല്ലാതെ വേറൊരു നിർദ്ദേശവും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. നിർദ്ദേശം കിട്ടിയ അജാസ് എന്നെ ഇല്ലാണ്ടാക്കുമെന്ന് ഗീതു ചോദിച്ചേ. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളാണ് എന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. കൊന്നേക്ക് എന്നൊരു മെസ്സേജ് അവിടുന്ന് കിട്ടിയാൽ പിന്നെ എനിക്ക് അതും ചെയ്യേണ്ടി വരും എന്ന് അജാസ് ഗീതുവിനോട് പറഞ്ഞു. എങ്കിൽ എൻ്റെ മരണം വേഗത്തിലാക്കാൻ രാധികാമ്മയോട് പറയാൻ പറഞ്ഞു ഗീതു. പക്ഷേ അതോടെ എല്ലാം അവസാനിച്ചിരിക്കണമെന്നും പറഞ്ഞു. കണ്ണേട്ടനെ പിന്നെ വേട്ടയാടരുത് എന്ന് പറഞ്ഞപ്പോൾ മേഡം വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ. എൻ്റെ മനസ്സ് മാറ്റാൻ നിങ്ങൾ ഇനി എത്ര വിശ്വസനീയമായ കഥ പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് പറഞ്ഞു ഗീതു. നമ്മൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഉറപ്പായും സംഭവിച്ചിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മരണവും പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് ഗീതു പറഞ്ഞപ്പം മരണത്തെ തടയാൻ കഴിയുന്ന ആൾ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടിയാ ഞാൻ മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നത്. സ്വന്തം ജീവൻ ബലി കൊടുത്തും ആ മനുഷ്യനെ രക്ഷിക്കാനാണെന്ന് ഗീതു പറഞ്ഞപ്പോൾ ഒന്ന് മൂളിയാൽ ഒരു പട തന്നെ ചുറ്റും നിൽക്കുന്ന ഗോവിന്ദ് സാറിൻ്റെ ജീവൻ രക്ഷിക്കാൻ മേഡത്തിനെ പോലെ ഒരു ഒറ്റയാൾ പട്ടാളത്തിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം പുറത്തെ ശത്രുക്കളെ നേരിടാൻ സെക്യൂരിറ്റിയോ പട്ടാളത്തെയോ ഒക്കെ വയ്ക്കാം, പക്ഷേ സ്വന്തം കുടുംബത്തിലെ ശത്രുവിനെ എങ്ങനെ നേരിടുമെന്ന് ഗീതു ചോദിക്കുക. അപ്പം അജാസത് കേട്ടിട്ട് ഞെട്ടി. അവർ ശത്രുക്കളാണെന്ന് കൺമുന്നിൽ തെളിഞ്ഞാലും അവരുടെ വെട്ടേറ്റ് വീണു മരിക്കാൻ തയ്യാറാകുന്ന എന്നെ താലി കെട്ടിയവനെ രക്ഷിക്കാൻ എനിക്ക് മറ്റൊരു മാർഗവും ഇല്ല എന്ന് നമ്മുടെ ഗീതുവിൻ്റെ ആത്മാർത്ഥത അത് അജാസ് തിരിച്ചറിയുന്നു. അറക്കൽ കുടുംബത്തിൽ കണ്ണേട്ടനുമേൽ രാധികമ്മയുടെ സ്വാധീനം ഇല്ലാണ്ടാക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ അത് ഞാൻ മാത്രമാണെന്നുള്ള കാര്യം നമ്മുടെ ഗീതു പറഞ്ഞു. ഞാനെന്ന തടസ്സം നീങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഭയമില്ലാതെ ഭരിക്കാം. അതാണ് അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങളെ വിലക്കെടുത്തിരിക്കുന്നത് എന്ന് ഗീതു ചോദിച്ചു. എന്നെ കൊല്ലാൻ? അപ്പോൾ ഇങ്ങനെ നോക്കി ചിരിച്ചോണ്ട് നിൽക്കുമോ നമ്മുടെ അജാസ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ കാറിൻ്റെ പിന്നാലെ വരുന്നത് കണ്ടപ്പോഴേ ഞാൻ മരണം 100% ഉറപ്പിച്ചതാണ്. തൊട്ടടുത്ത നിമിഷം തന്നെ അത് സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്തു.
ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ സ്കൂട്ടറിന് പിന്നിൽ ശക്തമായിട്ടൊരു ഇടി. റോഡിൽ പിടഞ്ഞു വീണ് ഞാൻ മരിക്കുന്നു, അത് പോരേന്ന് ചോദിച്ചു ഗീതാഞ്ജലി. അതിനെന്താ നിങ്ങൾക്ക് ഇത്രയും താമസം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മേഡം, പിന്തുടരുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം. വേറെ മെസ്സേജ് ഒന്നും കിട്ടിയിട്ടില്ല. കൊല്ലാനുള്ള നിർദ്ദേശം വരുന്നത് വരെ, അത് കഴിയുമ്പോൾ നമുക്ക് കൊല്ലാം, എന്താ പോരേന്ന് ചോദിച്ചു. അതും പറഞ്ഞ് അജാസ് അങ്ങ് പോയപ്പോൾ ഗീതു ഇങ്ങനെ അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നന്ദി.